ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്കൊന്നും വേണ്ട ചെറിയ, എനിക്ക് കുറച്ച് സമയം അച്ഛന്റെ അടുത്തിരിക്കണം. മോളിരുന്നോ, ഞങ്ങളിപ്പോ വരാം. എന്താണോ ഒന്നും മൊഴിയാത്തത്? താൻ വലിയ പരാക്രമിയാണല്ലോ. എന്താ മറുപടി ഒന്നുമില്ലേ? ഇതെന്താടോ, ഇത് പോലീസ് സ്റ്റേഷനാണോ അതോ ഗുണ്ടാ വിളയാട്ട കേന്ദ്രമാണോ? ഇവരെല്ലാം പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ളതാണോ? ചോദിച്ച കേട്ടില്ലേ? ഇവരെല്ലാം ഈ പോലീസ് സ്റ്റേഷനിലുള്ളവരാണോ എന്ന്? അല്ല സാർ. ആ, അപ്പൊ ഗുണ്ടകളാ. ഇവരെല്ലാം കസ്റ്റഡി എടുക്ക. സാർ. ഞങ്ങളാരും നിയമം വിട്ടൊന്നും ചെയ്യാറില്ല. ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് നിയമാനുസൃതം തന്നെയാണ്. ഇതൊരു സ്പെഷ്യൽ കോർട്ട് ഓർഡറാണ്. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കോടതിയിൽ നിന്ന് നേടിയെടുത്തതാണ്. പ്രതാപവർമ്മയ്ക്ക് ഒരു മെഡിക്കൽ എമർജൻസി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് മകൾ ഋത്തികയെ കാണണം. ഋത്തികയെ ഞാൻ കൊണ്ടുപോവുക. ഞാൻ തന്നെ നാളെ ഋത്തികയെ നേരിട്ട് കോടതിയിൽ ഹാജരാക്കും. ഈ കാക്കിക്കുപ്പായം താനങ്ങ് മറന്നേക്കും. ഇതണിയാനുള്ള യോഗ്യതയൊന്നും തനിക്കില്ല. ക്യോക്കിലി പ്രിപ്പയർ എ സസ്പെൻഷൻ ഓർഡർ. വെരി ക്വിക്ക്. അത് ഞാൻ പറഞ്ഞിട്ട് കൊടുത്താൽ മതി. തനിക്കുള്ള പാരിതോഷികം രാജു നേരിട്ട് പിറകെ വന്ന് തരും. ഏതായാലും ഒരു കാര്യം ഉറപ്പായി, പ്രതാപവർമ്മയുടെ കൈകൊണ്ടായിരിക്കും തന്റെ അന്ത്യം. പോളെ. നിന്നെ ഞാൻ നിന്റെ വീട്ടിൽ വന്ന് കാണും. നിന്റെ ഭാര്യയുടെയും മക്കളുടെയും മുമ്പിൽ വെച്ച് നിന്റെ എല്ലാ എല്ലും ഞാൻ ഊരും. കേട്ടാ? എന്റെ ഭഗവാനെ, ഇവന് വല്ല മാരക രോഗമായിരിക്കണേ. എന്നേക്കുമായി ഇവനൊരു മൂലയിൽ ഇരുത്തി തരണേ. നിനക്കൊരു ദിവസത്തെ പൂജ ഞാൻ നടത്തിയേക്കാമേ. എന്താ ശേഖര, എനിക്കിപ്പോ അകത്തേക്ക് കയറാൻ പറ്റുമോ? ഇത് ഐസിയോ ചേച്ചി, അവരകത്ത് കയറ്റില്ല. പ്രതാപൻ എന്താ സംഭവിച്ചെന്ന് പറ. ഒന്നുമില്ല ചേച്ചി. ഒന്നുമില്ലെങ്കിൽ പിന്നെ മൂക്കിന്ന് ബ്ലഡ് വന്നതോ? ബ്ലഡ് വന്നത് ടെൻഷൻ കൊണ്ടാണെന്ന് ഡോക്ടർ പറഞ്ഞത്. അതിന് ഇവന് ഇതിന് മാത്രം ടെൻഷൻ എന്താ? ടെൻഷൻ ഉണ്ടാകാതിരിക്കോ? ഇത് നമ്മള് പോലീസ് കസ്റ്റഡിയിലല്ലേ. അതിന് അവൻ എന്തിനാ എണ്ണം? പോലീസുകാർ പിടിച്ചിരിക്കുന്നത് സ്വന്തം മകളെയൊന്നും അല്ലല്ലോ. ചേച്ചി പ്ലീസ്, ഇതൊരു ഹോസ്പിറ്റലാ. ഞാൻ പരിസരം നോക്കാതെ പ്രതികരിച്ചെന്നിരിക്കും. വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ ഒന്ന് പോവോ? ഞാൻ എവിടെ പോവാനാടാ? എന്റെ കൂടപ്പുറപ്പ് അകത്ത് കിടക്കുന്നേ. അവനെ എന്റെ സ്വന്തം മോനെ പോലെയാ. ദൈവമേ, എന്റെ കുഞ്ഞിനൊന്നും വരുത്തല്ലേ. ഒരു മകള് സ്വന്തം തന്തയെ കൊന്ന് അവൾ അകത്തായി. ഇനി ഈ ആയുസിൽ അവള് പുറത്തിറങ്ങില്ല. 60 വയസ്സുവരെ സെൻട്രൽ ജയിലില്ല. അച്ഛനെന്താ ചെറിയ? പേടിക്കാനൊന്നുമില്ല.
ഇപ്പൊ കുഴപ്പമൊന്നുമില്ല മോളെ. ഇപ്പൊ കാണാൻ പറ്റുമോ? കാണാനൊന്നും പറ്റില്ല. ഇത് ഐശ്വര്യ, നീ ഒന്ന് പൊയ്ക്കേ. രാജു വാ. ശ്ശേ. അച്ഛാ, എന്റെ മോള് വന്നോ? കരയാതെ, അച്ഛനൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. രാജു സർ, എനിക്കൊന്നുമില്ലെന്ന് നീ മോളോട് പറയടാ. മോള് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന കണ്ടപ്പോ ഉണ്ടായ ടെൻഷനാ, അത്രേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് എനിക്ക് അസുഖമൊന്നുമില്ല. സോറി മോളെ, എന്റെ മോൾക്കൊരാപത്ത് നേരിട്ടപ്പോ അച്ഛനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. സോറി. അച്ഛ, അതിന് അച്ഛൻ സോറി പറയുന്നത് എന്തിനാ? അച്ഛന്റെ ഫ്രണ്ട് വന്നല്ലേ എന്നെ രക്ഷിച്ച്. സദാശിവം സാർ വന്നോ? ആ, കൃത്യസമയത്ത് മിനിസ്റ്റർ അവിടെ എത്തി. മിനിസ്റ്റർ ഋതികയെ രക്ഷിച്ച. നാളെ ഋതികയെ കോടതിയിൽ ഹാജരാക്കാനും മിനിസ്റ്റർ വരാന്ന് പറഞ്ഞിരിക്കുക. സന്തോഷമായി. അച്ഛൻ എന്ത് പറ്റിയതാ അച്ഛ? അച്ഛനത് തുറന്നു പറ. എനിക്കൊന്നുമില്ല മോളെ. ശേഖര, ഏട്ടാ, എനിക്കൊന്നുമില്ലെന്ന് മോളോടൊന്ന് പറയേ. നീ പറഞ്ഞാലേ അവള് വിശ്വസിക്കൂ. ഏട്ടനൊന്നുമില്ല മോളെ. നിങ്ങൾക്ക് ഈ രാത്രി താമസിക്കാൻ ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ ഒരു റൂം ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ സദാശിവൻ സാറ് എല്ലാം വിളിച്ചു പറഞ്ഞു. അദ്ദേഹം ടിവിയിലുണ്ട്. നാളെ അദ്ദേഹത്തിന്റെ കാറിൽ കോടതിയിലേക്ക് മോളെ കൊണ്ടുപോകാന്നും പറഞ്ഞു. അത് സാർ ഞങ്ങളോടും പറഞ്ഞു. എനിക്ക് റൂമൊന്നും വേണ്ട ചെറിയച്ച. ഞാനിവിടെ അച്ഛന്റെ കൂടെ ഇരുന്നോളാം. ഏയ്, ഏട്ടാ, ഏട്ടനെ കുടിക്കാൻ ചായ കാപ്പി വല്ലതും വേണോ? എനിക്കൊന്നും വേണ്ട ശേഖര. ദേ, ഇവർക്ക് രണ്ടുപേർക്കും ആഹാരം വാങ്ങിക്കൊടുക്ക. എനിക്കൊന്നും വേണ്ട ചെറിയച്ച. എനിക്ക് കുറച്ച് സമയം അച്ഛന്റെ അടുത്തിരിക്കണം. മോളിരുന്നോ, ഞങ്ങളിപ്പോ വരാം. രാജു വാ. ആ, ഞാൻ പുറത്തേക്കാം. അകലേ